അല്ലെങ്കിലും എനിക്ക് പ്രസ്ഥാനത്തിനോട് എനിക്കൊരു ദേഷ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ സഹിക്കാൻ പറ്റുന്നില്ല. എന്താ സാമ്പത്തിക ഇത്, എന്ത് കൊടുത്താലും പൈസ കൊടുത്താൽ സ്ഥാനം കിട്ടുക, പൈസ കൊടുത്ത് കോർപ്പറേഷനിലെ സീറ്റുകൾ വിൽക്കുക, ഇതെല്ലാം കണ്ണുകൊണ്ട് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തലയ്ക്ക് പ്രാന്തായി. ഞാൻ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് കണ്ടു വളർന്ന ആളല്ല. എൻ്റെ മുമ്പിലിരുന്ന് കണക്ക് പറഞ്ഞ് കോർപ്പറേഷന് പൈസ വാങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയൊന്നും എൻ്റെ അച്ഛൻ പണ്ട് നോക്കാറ്, വർക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ സ്ഥലത്ത് നല്ല പേരാണോ അയാൾക്ക്, ഇതൊക്കെയാണ് അച്ഛൻ്റെ മാനദണ്ഡങ്ങൾ. പാർട്ടിക്ക് വേണ്ടി എത്ര കാലം വർക്ക് ചെയ്തു, ആ സ്ഥാനത്ത് ഒരു പണിയെടുക്കാത്ത പല ആൾക്കാരും വന്നിട്ട് ഇത്ര പൈസ കൊടുക്കുമ്പോൾ സീറ്റ് കൊടുക്കണ രീതി, അതൊന്നും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ചേർന്നതല്ല. അതാണ് ഈ പാർട്ടിയുടെ നാശത്തിന് കാരണം ഇപ്പോഴത്തെ. പിന്നെ തമ്മിൽ എന്താ വഴക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഗ്രൂപ്പിന് നമ്മൾ ആരെങ്കിലും ഒരു അതെ, അത് കഴിഞ്ഞ് പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെയും രമേശ് ചെന്നിത്തലയും ഇപ്പം അങ്ങനെയല്ല. ഇപ്പൊ ഓരോ നേതാക്കന്മാർക്ക് ഓരോ ഗ്രൂപ്പാ. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ജില്ലാതലത്തില് ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഷാഫി പറമ്പലിന് ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പ്, വി ഡി സതീശന് ഒരു ഗ്രൂപ്പ്, അങ്ങനെ തന്നെയാണെന്നാണോ? രാഹുൽ മാങ്കൂട്ടം ഷാഫി ലിങ്ക് ആണല്ലോ. അങ്ങനെ, അതായത് സ്വയം പ്രൊമോട്ട് ചെയ്യണം അവര്, പാർട്ടീനെ അല്ല പ്രൊമോട്ട് ചെയ്യണം, വ്യക്തികളെയാണ് പ്രൊമോട്ട് ചെയ്യണത്.